അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോഴത്തെ സമയം രാവിലെ 5 മണിയാണ്. ഞാൻ ഇന്നും രാവിലെ ഈ സമയത്താണ് എണീക്കുക. കണ്ണൊന്നും ഇത് തുറന്നിട്ടില്ല. അങ്ങനെ എണീറ്റ് വന്നിട്ട് ഞാൻ ക്യാമറയിൽ ഇന്നലെ രാത്രി സെറ്റാക്കി വെച്ചു. എൻ്റെ ആർമി ലൈഫിൽ ഞാൻ രാവിലെ എന്താ സംഭവിക്കാറെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. സത്യം പറഞ്ഞപ്പോൾ ഞാൻ ചെറിയൊരു ഉറക്കഭ്രാന്തിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ സമയം രാവിലെ 5 മണിയാണ്. 5:30 എനിക്ക് പോകണം. അരമണിക്കൂറാണ് എൻ്റെ മുമ്പിലുള്ളത്. അപ്പം ഇനി അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെ ചെയ്യാന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് എല്ലാ പട്ടാളക്കാരുടെ ഇടയിലുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫാമിലി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇപ്പോൾ അല്ല നമ്മളിപ്പോൾ ഫാമിലി ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ സാധാരണ അവരും ഇതൊക്കെ പോലെ തന്നെ ചെയ്യുക. പക്ഷെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എണീക്കും. കാരണം ഒരാൾ എണീക്കുമ്പോൾ തന്നെ ബഹളം ഉണ്ടായിരിക്കും റൂമിൽ. അപ്പോൾ അവരങ്ങനെ എണീക്കും. ഇവിടെ നമ്മൾ അലാറം വയ്ക്കണം. പിന്നെ ചില ദിവസം ഭയങ്കര കോമഡി ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5:30 പോകേണ്ടി വരും. ഞാൻ ചിലപ്പോൾ 3-4 അലാറം വയ്ക്കും. 5:10, 5 മണി, 5:20, 5:25 വരെ വയ്ക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ 3-4 അലാറം കേട്ടിട്ടുണ്ടാവില്ല. ലാസ്റ്റ് 5:25 അലാറം അടിക്കും. അപ്പോൾ ലാസ്റ്റ് 5 മിനിറ്റ് സമയം ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഓടി ഡ്രസ്സ് ഇടും, പല്ല് തേക്കില്ല, ഷേവ് ചെയ്യില്ല, ടോയ്ലറ്റ് പോലും ഒന്നുമില്ല, അങ്ങനെ ഇറങ്ങി ഓടും. അത് ഭയങ്കര കോമഡിയാണ്. വന്നിട്ടാണ് പിന്നെ എല്ലാം ചെയ്യാം. ചില സമയത്ത് 5 മണിക്ക് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് തന്നെ പല്ല് തേക്കും, പിന്നെ ഷേവ് ചെയ്യും, പിന്നെ ടോയ്ലറ്റ് പോവും, പിന്നെ റെഡിയാവും, പിന്നെ പോവും. അരമണിക്കൂറിൽ സമയം ഉണ്ടാവും. ഷേവ് ചെയ്യാൻ 5 മിനിറ്റ്, പല്ലേക്കൽ 5, ടോയ്ലറ്റിൽ 10 മിനിറ്റ്, ഡ്രസ്സ് മാറുക, പോവുക. അപ്പോൾ ഇതാണ് സാധാരണ സംഭവിക്കുക. അപ്പോൾ ആദ്യത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേവ് ചെയ്യലാണ്. ഷേവ് ചെയ്യൽ, അതുപോലെ തന്നെ പല്ലേക്കൽ. അധികം പട്ടാളക്കാരും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ എണീക്കാത്തതിൻ്റെ പ്രത്യേക തരം കാരണം എന്താണ്? കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ ഉറങ്ങാനൊന്നും പറ്റില്ല. പിന്നെ എനിക്ക് എണീറ്റ് പോരുമ്പോൾ ശബ്ദം ഉണ്ടാക്കാതെ വേണം എണീറ്റ് പോരാൻ വേണ്ടിയിട്ട്. കാരണം ലിവി നല്ല ഉറങ്ങത്തിലാണ്. അവൻ്റെ ഉറക്കംകാലം റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോൾ എണീക്കും, പിന്നെ സ്നേഹം എന്നോട് ചൂടാവും. അപ്പോൾ എപ്പോഴും എന്നോട് പറയും, ഒച്ച ഉണ്ടാക്കാതെ പതുക്കെ എണീറ്റ് പോയിക്കോളേണ്ടു, ഞാൻ 7 മണി വരെ കടന്നു. അവളെ 7 മണിക്ക് അലാറം വെച്ചിട്ടാണ്, കൃത്യം 7 മണിക്ക്. ഇനി അടുത്തതാണ് മെയിൻ ടാസ്ക്, ഷേവ് ചെയ്യുന്നത്. ഫസ്റ്റെല്ലാം പട്ടാളത്തിൽ ചേരുമ്പോൾ എനിക്ക് ഇത്രയും വെറുത്തൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. കാരണം ഈ ചെറിയ പ്രായത്തിലല്ലേ വന്നത്. അപ്പോൾ ചെറിയ കുറച്ച് രോമങ്ങളെ ഉണ്ടാവുള്ളൂ അവിടെയും ഇവിടെയൊക്കെ ഇട്ട്. അതുവരെ നമ്മൾ ഷേവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഭ്രാന്ത് വരും. പിന്നെ അത് മാത്രമല്ല, ചില ദിവസം നമ്മൾ ഷേവ് ചെയ്തിട്ട് അറിയാതെ മുറിയൊക്കെ ചെയ്യും, ചിലപ്പോൾ ബ്ലഡ് വരും. അപ്പോൾ ഇടയ്ക്ക് ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കും, ഷേവ് ചെയ്ത് തോല് വരെ പോരാനായിരുന്നു. ആദ്യമല്ല ഞാൻ നമ്മളെ ബ്രഷിൽ ക്രീം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതാക്കില്ല, അതായിരുന്നു ഞാൻ ആദ്യം ചെയ്തിരുന്നത്. അത് പിന്നെ ഭയങ്കര ടൈമൊക്കെ എടുക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഫോമിലേക്ക് മാറി. ഇതാകുമ്പോൾ ജസ്റ്റ് കയ്യിലൊന്ന് ഇതാക്കിയിട്ട് ഇങ്ങനെ ഇതാക്കിയാൽ മതി. ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിടയ്ക്ക് ഇതേപോലെ എപ്പോഴൊക്കെ ഷേവ് ചെയ്യാൻ മറന്നിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പണിഷ്മെൻ്റ് കിട്ടുന്നത്. ചിലപ്പോൾ കല്ലൊക്കെ എടുത്ത് വരുന്നത് മുഖത്ത്. ചില പൊട്ടന്മാരൊക്കെ ഉണ്ട് വെച്ചാൽ. ഇപ്പം 2 സ്ഥലത്ത് മുറിഞ്ഞിട്ടുണ്ട്, ബ്ലഡ് വരുന്നുണ്ട്. ഒന്ന് നിങ്ങളോട് സംസാരിച്ച് ആയതാണ്. ചില ദിവസം രാവിലെ ഉറക്കപ്പിരാന്തിൽ ഷേവിങ്ങും ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ പൈപ്പ് തുറന്നിട്ട് പോകും, ഓഫാക്കാൻ മറങ്ങും. വന്നു കഴിഞ്ഞാൽ സ്നേഹം എന്നെ പിടിച്ചെടുത്ത് അടിക്കും. വെള്ളത്തിന് ഭയങ്കര ഇഷ്യൂ ആണ് ഇവിടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടാങ്കിൽ വെള്ളം പെട്ടെന്ന് തീരും. എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ ഇടും, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തീരും. കുട്ടിയുടെ ഡ്രസ്സൊക്കെ കുറേ ഇളക്കാണ്ടാവും. ഇത് ആഫ്റ്റർ ഷേവാണ്. മുറിയൊക്കെ മുടുക്കത്തൊന്നും കയറില്ല. രാവിലത്തെ മെയിൻ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഞാൻ. ഇനി നേരെ ഷൂ ഇടുക, ഡ്രസ്സ് മാറ്റുക, ടീഷർട്ടെല്ലാം മാറ്റുക, നേരെ പോവുക രാവിലെ ഓടാൻ പോകേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഡ്രസ്സ് മാറ്റട്ടെ.
അപ്പോൾ ഇപ്പോൾ ഇവിടെ പുറത്ത് നല്ല ഇതാണ്, വെളിച്ചമാണ്. കാരണം 5 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് നല്ല ലേറ്റ് വന്നിരിക്കും പുറത്തൊക്കെ. കാരണം നേരത്തെ പകലാവും. പിന്നെ ഇപ്പോൾ ഇവിടെ കൊതുകിൻ്റെ സീസണാണ്, നല്ല കൊതുകാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഓടാൻ പോവുകയാണെന്നുണ്ടെങ്കിലും ഫുൾ പാൻറ്റാണ് ഇടാറ്, കൊതുകിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. നല്ല കൊതുക്. പിന്നെ ഡൽഹിയിലെ കൊതുക് എന്നൊക്കെ പറഞ്ഞാൽ വൃത്തിയിട്ട കൊതുക്, എന്ത് രോഗം കൊണ്ടുവരിക എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ താഴത്തിപ്പോൾ വെള്ളത്തിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാനിൽ 5 രൂപ വെച്ചിട്ട് താഴെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവരെല്ലാം നിറയ്ക്കും. എന്നിട്ട് നമ്മളാ 25 ലിറ്ററിൻ്റെ ചെറിയ ആ ക്യാനാണ്. അപ്പോൾ അത് പിന്നെ നമ്മൾ മേലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. അതിൻ്റെ വണ്ടി വന്നിട്ടുണ്ട് താഴെ. സാധാരണ ഞാൻ ഓടാൻ മുമ്പ് താഴെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് ചെയ്യുക. അവരെ നിറയ്ക്കും, എന്നിട്ട് ഞാൻ ഓടി വരുമ്പോൾ അതെടുത്ത് വരും. അപ്പോൾ അതങ്ങനെ ഞാൻ റെഡിയായി. ഇനി കുറച്ചൊന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ. ഇപ്പോൾ സമയം 5:22 അപ്പോൾ ഞാൻ പോയിട്ടൊരു 7 മണിയാകുമ്പോഴേക്ക് വരും. 1 മണിക്കൂറാണ് നമ്മളെ രാവിലത്തെ ഓടലും പരിപാടികളൊക്കെ, ഫിസിക്കൽ ട്രെയിനിങ്ങൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 7 മണിയാകുമ്പോഴേക്ക് വരും. അപ്പോൾ ഇനി വന്നിട്ട് കാണാം എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോഴേക്ക് ഇതാ സ്നേഹം എണീറ്റിട്ടുണ്ട്. ആളിപ്പോഴാണ് എണീറ്റ്. ഇപ്പോൾ സമയം എന്തായാലും 7:15 ഞാൻ കാണിച്ചു തരാം. ആൾ ബ്രഷ് ചെയ്യാണ്. ആ ഇട്ടിരിക്കുന്ന ട്രൗസർ എൻ്റെയാണ്. ടീഷർട്ട് ആരുടെ? അതെൻ്റെ അല്ലേ? ഭാഗ്യം. എൻ്റെ എല്ലാം ഓസി ജീവിക്കുന്ന ഒരാളാണ്. വേണ്ട, എൻ്റെ എല്ലാം ഓസി ജീവിക്കുന്ന ഒരാളാണ്. പല്ല് തേക്കൽ ശീലമൊന്നുമില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ലിവിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എണീറ്റെന്നോന്നാവും. ഉറക്കത്തുനിന്ന് എണീറ്റോ? ലിവിയെ അത്രയൊക്കെ ഉറങ്ങിയാൽ മതി. ചായ ഉണ്ടാക്കണം, എന്നിട്ട് എനിക്ക് പോകാൻ സമയമായി കേട്ടോ. ഉപ്മാവാണെങ്കിൽ നീയോട് കഴിച്ചാൽ മതി. ഡെയിലി ഉപ്മാവാണ്. കഴിച്ച് ഞാൻ ഉപ്മാവ് പോലെ. ടൈം ഇത് 7:57 ആയിരുന്നു. പോവാനുള്ള സമയമായി. എന്താ ഉണ്ടാക്കുന്നതെന്നാവും. ഗോതമ്പ് ദോശ. ആകെ ഉണ്ടാക്കുന്ന 2 സാധനം ഓളെ ഉപ്മാവും ഗോതമ്പ് ദോശയും. അതാണ്. അപ്പൊ കറി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? അപ്പൊ നമുക്ക് ഗോതമ്പ് ദോശ. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് നിന്ന്, പക്ഷെ എന്ത് ചെയ്യാം, റവ ഇല്ല. പിന്നെ അവല് വെച്ചുണ്ടാക്കണം. അവല് വെച്ചുണ്ടാക്കാനാണെങ്കിൽ എന്ത്, ഇന്നലെ നമ്മൾ അവലുപ്പുമാവ് വരുന്നില്ലേ, അപ്പൊ ഇന്നും അവലുപ്പുമാവ് ഉണ്ടാക്കുന്നില്ല. അപ്പൊ നമ്മളന്ന് ഗോതമ്പ് ദോശ. പുട്ട്, അതിന് മുന്നത്തെ ദിവസം ദോശ, ഇന്നലെ അതിന് മുന്നത്തെ ദിവസം ഇഡ്ഡലി, അതിന് മുന്നത്തെ ദിവസം അപ്പൊ ഇന്നലെ അതിന് മുന്നത്തെ ദിവസം വെള്ളം. ഇതിലും കൂടുതൽ വെറൈറ്റി ഇതിപ്പോ ജയിലില് ഗോതമ്പുണ്ട കിട്ടണ പറയണ പോലെ ഇവിടെ ഗോതമ്പ് ദോശ കിട്ടണം. തടി കുറയ്ക്കാണോ? അതെ ഗായ്സ്, ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കണ്ട. അതുകൊണ്ട് കറക്റ്റ് അനീഷേട്ടനുള്ള ഗോതമ്പ് ദോശ ഉണ്ടാക്കി ചിക്കൻ കറി ചൂടാക്കി പണി കഴിഞ്ഞു. 10 മിനിറ്റിന്റെ ഉള്ളിലേ എന്റെ ചായ റെഡിയായി. ഇനി ഇവളുടെ സുഖം എന്താ പറയുക, ഇനി ഇവരൊരു 10 മണി വരെ കിടന്നു. അതെ, ഇവിടെ നല്ല സുഖമാണല്ലോ. എന്നിട്ട് ഞാൻ ചോറിനോട് പറയും, ചോറ് ഒരു മണിയാകുമ്പോൾ ചോറ് റെഡിയാണ്, കുഞ്ഞിനുള്ള ചോറ് വേറെ റെഡിയാണ്, അവന് കിച്ചടി പോലുള്ള അത് വേറെ റെഡിയാണ്. പിന്നെ ക്ലീനിങ് ഒക്കെ ഒറ്റയ്ക്കകത്തോടൊപ്പം അതൊക്കെ പോയി ഒറ്റയ്ക്ക് കഴിയും. അതുപോലെ ഡ്രസ്സ് അലക്കലൊക്കെ വാഷിംഗ് മെഷീൻ ഒറ്റയ്ക്ക് അങ്ങ് അലക്കും. പിന്നെ ഈ സാധനങ്ങൾ ഇവിടെ പൂരപ്പറമ്പാക്കിയിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ ഒറ്റയ്ക്ക് കയറിയിട്ട് ബാഗ് കയറിയിരിക്കും. പിന്നെ ഒരു പണിയില്ലല്ലോ. പിന്നെ 1 വയസ്സായ കൊച്ചിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു പോയിട്ട് ഒറ്റയ്ക്ക് കുളിച്ച് ഒറ്റയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വരും. അതുകൊണ്ടൊക്കെ ഒരു പണിയില്ല. അനീഷേട്ടൻ പോയി കഴിഞ്ഞാൽ അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാം ഗൈസ്. കഴിക്ക്. ഇന്നലത്തെ ചപ്പാത്തിയോ? ചപ്പാത്തി അതുപോലെ ചിക്കൻ കറി ഒക്കെ ഉണ്ടെങ്കിൽ സന്തോഷം രാവിലെ എണീക്കുന്നു.
പണിയെടുക്കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ എന്നും ദിവസം രാവിലത്തെ വിശേഷങ്ങൾ. എന്നിങ്ങനെ ആവില്ല കേട്ടോ. അല്ലെങ്കിൽ പുട്ടും കടലൊക്കെ ഉണ്ടാക്കാണ്ടെങ്കിൽ നല്ല സമയം എടുക്കും. ഞാൻ അങ്ങനെ മണ്ടി പോയോ അതിന്റെ ഇടയ്ക്ക് ആ ചെറുക്കൻ കരയും. എന്നിട്ട് ഞാൻ അതിനെ ഉറപ്പായിട്ട് അങ്ങോട്ട് ഇപ്പൊ തന്നെ സമയം 8:20. എനിക്ക് 8:30 പോകണം. അപ്പൊ ഇനി ആകെ 10 മിനിറ്റ് ചായ കൂടി. ഞാൻ ഡ്രസ്സ് മാറിയിട്ടില്ല. ഇനിയിപ്പോ ഡ്രസ്സ് വീഡിയോയിൽ പെടുന്ന രീതിയിൽ ഞാൻ ഡ്രസ്സ് മാറാതെ, അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് മാറിയിട്ടാണ് വന്നിരിക്കാറ് സാധാരണ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചായ കുടിച്ചിട്ട് വേഗം പോകുന്നു. ഇടയ്ക്ക് എന്തായാലും 10-15 മിനിറ്റ് ബാക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതുവരെ എല്ലാവരും അല്ലേ വേറെ വീഡിയോ ഇട്ട് വരാം. ചെവിയൊക്കെ മുറിഞ്ഞല്ലോ. ഷേവ് ചെയ്തിട്ടോ? ഇവിടെ അല്ലേ? ബ്ലഡ് വരുന്നുണ്ട്. ഉണ്ട്, കഷ്ടപ്പാടാണ്. അപ്പോൾ എന്തായാലും അതുവരെ എല്ലാവർക്കും ബൈ ബൈ.